അടുത്തതില് സ്ഥാനം മാറുമ്പോൾ എന്ന ഭാഗം നോക്കാം. സ്ഥാനം മാറുമ്പോൾ, സ്ഥാനം മാറുമ്പോൾ. ഇവിടെ അബാക്കസ് വരയ്ക്കുന്നുണ്ട്. അബാക്കസിൽ ഒന്നുകൾ, പത്തുകൾ, നൂറുകൾ. ഇത് ഒന്നുകൾ, ഇത് പത്തുകൾ, ഇത് നൂറുകൾ. നൂറിൻ്റെ സ്ഥാനത്ത് എത്ര മുത്താണ് ഇട്ടിട്ടുള്ളത്? 1, 2, 3, 4. 10ൻ്റെ സ്ഥാനത്ത് 6 മുത്തുകൾ ഇട്ടിട്ടുണ്ട്. 1, 2, 3, 4, 5, 6. ഇനി ഒന്നുകളുടെ സ്ഥാനത്തോ? ഒന്നുകളുടെ സ്ഥാനത്ത് 3. 1, 2, 3. അബാക്കസിലെ സംഖ്യ എഴുതൂ. അപ്പോൾ ഇവിടെ 3, ഇവിടെ നോക്കുക, 100 4 100. അതായത് 400. 4 100 വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതും? 400. 10ഓ? 1, 2, 3, 4, 5, 6. 6 10, അതായത് 60. 460. ഇവിടെ 3. ഇപ്പം സംഖ്യ എത്രയാണ്? അബാക്കസിലെ സംഖ്യ 463. ഈ സംഖ്യയെ 231 ആക്കാൻ ഏതൊക്കെ മുത്തുകൾ മാറ്റണം? ഈ സംഖ്യയെ 231 ആക്കണം. ഇവിടെ 200 പാടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഏതൊക്കെ സംഖ്യ മാറ്റണം? ഈ 2 സംഖ്യ മാറ്റി. ഇനി 30 ആണ്. 3 10 പാടൂ. 1, 2, 3. ബാക്കി ഇത് മാറ്റി. ഇനി 1 ആണ്. 31. അപ്പോൾ നമ്മൾ ഈ സംഖ്യയും മാറ്റി. ഇപ്പം ഏതാണ് സംഖ്യ? 231. ഇപ്പം ഇതിൽ 463 അല്ല. ഈ സംഖ്യ 231. എടുത്തു മാറ്റിയ മുത്തുകൾ ഈ അബാക്കസിൽ വെക്കൂ. എടുത്തു മാറ്റിയ മുത്തുകൾ എത്രയായിരുന്നു? ഇനി മറ്റൊരു അബാക്കസ് ഉണ്ടല്ലേ ഇവിടെ. ഇത് 100, ഇത് 10, ഇത് 1. അപ്പോൾ എടുത്തു മാറ്റിയത് ഇതിൽ നിന്ന് നമ്മൾ എത്ര മുത്ത് എടുത്തു മാറ്റിയിരുന്നു? 2 100 എടുത്തു മാറ്റിയിരുന്നു. അതിനെ നമ്മൾ ഇവിടെ വെച്ചു. പത്തുകളുടെ സ്ഥാനത്ത് നിന്ന് 3 10കൾ എടുത്തു മാറ്റിയിരുന്നു. ഒന്നുകളുടെ സ്ഥാനത്ത് നിന്ന് 2 ഒന്നുകളും എടുത്തു മാറ്റിയിരുന്നു. അപ്പോൾ ഇതെത്രയാണ്? 2 100, 200, 200, 3 10, 32. 232. അടുത്ത പ്രവർത്തനം നോക്കാം. അബാക്കസിലെ സംഖ്യ. അബാക്കസിലെ സംഖ്യ. അബാക്കസ് നോക്കൂ. അബാക്കസിലെ സംഖ്യ. അബാക്കസ് നോക്കൂ. നൂറുകൾ, പത്തുകൾ, ഒന്നുകൾ. ഇത് 100, ഇത് 10, ഇത് ഒന്നുകൾ. 100ൻ്റെ സ്ഥാനത്ത് 3 മുത്തുകളാണ് ഇവിടെ ഉള്ളത്. പത്തുകളുടെ സ്ഥാനത്ത് 4 മുത്തുകളുണ്ട്. ഒന്നുകളുടെ സ്ഥാനത്ത് എന്ന് എണ്ണി നോക്കൂ. 1, 2, 3, 4, 5, 6, 7. 1, 2, 3, 4, 5, 6, 7 മുത്തുകളുണ്ട്. ഇപ്പോൾ അബാക്കസിലെ സംഖ്യ എത്രയാണ്? 344 അല്ല, ഇവിടെ 40. ഇവിടെ 1, 2, 3, 4, 5, 6, 7. 7 ഒന്നുകൾ. ഇപ്പോൾ അബാക്കസിലെ സംഖ്യ 347 ആണ്. ഇനി നമ്മളോട് ചോദിച്ചു, 100ൻ്റെ സ്ഥാനത്ത് നിന്ന് 1 മുത്ത് മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ എത്രയാണ്? ഇപ്പോൾ 1 മുത്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇത് മാറ്റണം. അപ്പം എത്രയാണ്? 247. 247. ഇനി 10ൻ്റെ സ്ഥാനത്ത് നിന്ന് 2 മുത്ത് കൂടി മാറ്റൂ. 10ൻ്റെ സ്ഥാനത്ത് നിന്ന് ഈ 2 മുത്ത് നമ്മൾ മാറ്റി. അപ്പോഴോ 227. 227.
ഒന്നിൻ്റെ സ്ഥാനത്ത് നിന്ന് 4 മുത്ത് കൂടി മാറ്റിയാലോ? ഒന്നിൻ്റെ സ്ഥാനത്ത് നിന്ന് 1, 2, 3, 4. അപ്പോഴോ 223. 223. ഇപ്പോൾ അബാക്കസിൽ മുത്തുകൾ എങ്ങനെയാണ് നോക്കൂ. 100ൻ്റെ സ്ഥാനത്ത് 2, 10കളുടെ സ്ഥാനത്ത് 2, 1കളുടെ സ്ഥാനത്ത് 3. അത് അടുത്ത അബാക്കസിൽ വരയ്ക്കുക. ഇപ്പോൾ ഇവിടെ ഒരു അബാക്കസ് തന്നിട്ടുണ്ട്, അതിൽ വരയ്ക്കണം. ചെയ്ത കാര്യം ഇങ്ങനെ എഴുതാം. ആദ്യ സംഖ്യ 300 കൂട്ടണം 40 കൂട്ടണം 7 347. വ്യത്യാസം വരുത്തിയ സംഖ്യ 100 കൂട്ടണം 20 കൂട്ടണം 4 124. കിട്ടിയ സംഖ്യ 200 കൂട്ടണം 20 കൂട്ടണം 3 സമം 223. അല്ലെങ്കിൽ മറ്റൊരു തരത്തിലും എഴുതാം. 347 കുറയ്ക്കണം 100 സമം 247. 247 കുറയ്ക്കണം 20 സമം 227. 227 കുറയ്ക്കണം 4 സമം 223. നമ്മൾ ഓരോ മുത്തുകൾ എടുത്തു മാറ്റിയതിനെ ക്രിയാരൂപത്തിൽ കാണിച്ചിരിക്കുകയാണിത്. ഇനി അടുത്തത് നോക്കാം. 100, 10, 1. 100ൻ്റെ സ്ഥാനത്ത് 3 മുത്തുകൾ ഇട്ടിട്ടുണ്ട്. 10ൻ്റെ സ്ഥാനത്ത് 4 മുത്തുകൾ ഇട്ടിട്ടുണ്ട്. 1ൻ്റെ സ്ഥാനത്ത് 1 മുത്തും. ഈ സംഖ്യ ഏതാണ്? ഇതിൽ 3 അപ്പോൾ 300, ഇതിൽ 4 40, ഇതിൽ 1 1. സംഖ്യ ഏതാണ്? 341. 1ൻ്റെ സ്ഥാനത്തുള്ള ഒരു മുത്തെടുത്ത് 10ൻ്റെ സ്ഥാനത്തേക്ക് ഇടും. നൂറ് 10 1. 100ൻ്റെ സ്ഥാനത്ത് 3 മുത്തുകൾ ഇട്ടിട്ടുണ്ട്. 10ൻ്റെ സ്ഥാനത്ത് 4 മുത്തുകൾ ഇട്ടിട്ടുണ്ട്. 1ൻ്റെ സ്ഥാനത്ത് 1 മുത്തും. ഈ സംഖ്യ ഏതാണ്? ഇതിൽ 3 അപ്പോൾ 300, ഇതിൽ 4 40, ഇതിൽ 1 1. സംഖ്യ ഏതാണ്? 341. 1ൻ്റെ സ്ഥാനത്തുള്ള ഒരു മുത്തെടുത്ത് 10ൻ്റെ സ്ഥാനത്തേക്ക് ഇടും. അതായത് ഈ മുത്തിനെ ഇവിടുന്ന് എടുത്തിട്ട് ഇവിടേക്ക് ഇടുക. അപ്പോൾ ഇവിടെ പിന്നെ എന്തെങ്കിലും ഉണ്ടാവുമോ? ഇവിടെ ഒന്നുമില്ല. ഇവിടേക്ക് ആ മുത്ത് ഇടുകയും ചെയ്യാം. അപ്പോഴോ 300, ഇവിടെ എത്ര 10 1 2 3 4 5 10. അപ്പോൾ 350 എന്നാവും. ആ മുത്ത് മാറിയപ്പോൾ സംഖ്യയുടെ മാറ്റം നോക്കൂ, 350. അപ്പോൾ സ്ഥാനം മാറുമ്പോൾ അബാക്കസിലെ സംഖ്യ എന്നീ 2 പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.